കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭയിലെ അധ്യക്ഷത ചെയ്തു വരുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ ബാബു സിക്രിയ, അദ്ദേഹത്തിന്റെ ഒരുമിച്ച് കൂട്ടുശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരെ, വന്നുകൂടിയിട്ടുള്ള വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഞാൻ വിനീതമായ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കും. ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ ലഭിച്ച ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇങ്ങനെ വചനധ്യാനത്തിനും പഠനത്തിനുമായിട്ട് ചുരുക്കം പേരായിട്ടെങ്കിലും നമുക്ക് കൂടി വരുവാൻ ദൈവമായ കർത്താവ് തന്ന അവസരം വളരെ വിലപ്പെട്ടതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് പ്രാർത്ഥനാപൂർവം നാം ദൈവസന്നിധിയിലായിരിക്കുക. കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന്റെ വചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നതും നമുക്ക് ചൈതന്യം നൽകുന്നതും. ആകാശഭൂമികൾ മാറിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പ്രാപിക്കുക എന്നുള്ളത് ഏറ്റവും ബലപ്പെട്ട കാര്യമാണ്. അവന്റെ വിശുദ്ധന്മാർ അവന്റെ തൃക്കാൽക്കൽ ഇരുന്നു, അവർ തിരുവചനങ്ങളെ പ്രാപിച്ചു. വാസ്തവത്തില് കർത്താവിന്റെ തൃക്കാൽക്കൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് തിരുവചനങ്ങൾ ലഭ്യമാകുന്നത്. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. വിശേഷാൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കൺവെൻഷന്റെ അനുഗ്രഹത്തിന് വേണ്ടിയും ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതും ഏറ്റവും വിലപ്പെട്ട കാര്യം തന്നെയാണ്. പ്രാർത്ഥനയുടെ ഫലമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധയിടങ്ങളിൽ നടന്ന യോഗങ്ങളിലൊക്കെ അനേക ആളുകൾ, അതായത് പബ്ലിക് കടന്നു വരികയും ദൈവവചനം കേൾക്കുകയും പലരെ അനുദപിക്കുകയും പശ്ചാത്തപിക്കുകയും കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാനുള്ള സമർപ്പണത്തിലേക്കും വരുന്നത് കണ്ട് ദൈവത്തെ വളരെ മഹത്വപ്പെടുത്തുവാനിടയായി. നിശ്ചയമായിട്ട് ഇവിടെയും ചില ഫലങ്ങളെ ദൈവം നമുക്ക് തരുവാൻ ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇവിടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബാബു സിക്രിയ, അദ്ദേഹം വളരെ ഉത്സാഹത്തോടെ വലിയ ദർശനത്തോടെ തന്നോട് ചേർന്ന് നിൽക്കുന്ന ദൈവദാസന്മാരോട് ഒരുമിച്ച് ഒരു കുടുംബമായി കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ അഭിമാനകരമായ കാര്യമാണ്. ദൈവം അവരെ വീണ്ടും ശക്തമായിട്ട് ദൈവമക്കൾക്ക് പ്രയോജനകരമായി ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിചയവും സ്നേഹവുമുള്ള നിങ്ങളെ പലരെയും അറിയാം. എല്ലാവരെയും ഓർത്ത് സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി നമ്മുടെ മുൻപിലുള്ളതായ സമയം യോനയുടെ പുസ്തകം നമ്മൾ പഠിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒരു പുസ്തകം മുഴുവൻ പഠിക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണം. പക്ഷെ അത്രയും സമയമൊന്നും എടുക്കത്തില്ല. നമ്മുടെ കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കും. യോനയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 8, 9, 10 വാക്യങ്ങളൊന്ന് വായിക്കാമോ? മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. നമ്മള് ഇന്ന് രാത്രി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങളും എങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ്. അതിനുശേഷം നിങ്ങൾക്ക് തനിയെ ഈ പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങളും പഠിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഈ പുസ്തകത്തില് എത്ര അധ്യായങ്ങളാണുള്ളത്? 4 അധ്യായങ്ങളാണ് ഉള്ളത്. ഈ 1-ാം വാക്യം വായിക്കുമ്പോൾ, 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിക്കുമ്പോൾ അമീഥായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാണ്.
അമിതായി എന്ന പേരിന്റെ അർത്ഥം എന്താണെന്ന് പറയാമോ? സത്യം. സത്യസന്ധൻ, ശരിയാണ്. വിശ്വസ്തൻ എന്നാണ് അമിതായി എന്ന പേരിന്റെ അർത്ഥം. സത്യസന്ധൻ എന്ന് പറഞ്ഞതും അത് ശരിയാണ്, രണ്ടും. വിശ്വസ്തൻ. യോന എന്ന പേരിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? പ്രാവ്. പ്രാവ് എന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്നത് നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കണം. അപ്പൊ അവിടെ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. നമ്മൾ വെറും ഒരു പുസ്തകം പഠിക്കുന്നവരായിട്ടിരിക്കാതെ പഠിക്കുന്ന പുസ്തകത്തിലെ ആത്മീക സന്ദേശം കൂടെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ വിശ്വസ്തന്റെ മകൻ നിഷ്കളങ്കനാണ്. മനസ്സിലായി? അമിതായി എന്ന പേരിന്റെ അർത്ഥം വിശ്വസ്തൻ. യോന എന്ന പേരിന്റെ അർത്ഥം പ്രാവ് അല്ലെങ്കിൽ നിഷ്കളങ്കൻ. വിശ്വസ്തന്റെ മകൻ ആരാണ്? നിഷ്കളങ്കനാണ്, കളങ്കരഹിതനാണ്. പ്രൈസ് ഗോഡ്. സ്വർഗസ്ഥനായ നമ്മുടെ ദൈവം നമ്മളെല്ലാവരും സാക്ഷ്യത്തിലൊക്കെ പറയുന്ന കാര്യമാണ്. ഞാൻ അവിശ്വസ്തനായിരുന്നെങ്കിലും ദൈവം എനിക്ക് ആരായിരുന്നു? അപ്പൊ ദൈവം ആര് തന്നെയാണ്? നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അപ്പൊ നമ്മൾക്ക് അവിടുന്ന് ഏറ്റെടുക്കേണ്ട ദൂത് എന്താണെന്ന് ചോദിച്ചാൽ, വിശ്വസ്തനായ ദൈവത്തിന്റെ മക്കളായ നമ്മൾ നിഷ്കളങ്കരായിരിക്കണം, കളങ്കരഹിതരായിരിക്കണം. പ്രൈസ് ഗോഡ്. നമ്മളെ കർത്താവ് വിളിച്ചതെന്നാണെന്ന് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ ഭാഗം മറിക്കാതെ എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാമോ? എഫേസ്യ 1:4. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ. അപ്പൊ ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് ഉലക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തു. വാസ്തവത്തിൽ നമ്മളത് മനസ്സിലാക്കിയത് എപ്പോഴാണ് ചോദിച്ചാല്, നമ്മൾ രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ സ്നാനപ്പെട്ട വേർപെട്ടു വന്ന ആ വർഷമാണ് നമുക്ക് മനസ്സിലായത്. പക്ഷെ നമ്മുടെ തെരഞ്ഞെടുപ്പ് നടന്നത് ഉലക സ്ഥാപനത്തിന് മുന്നേ. മഹാകവി സൈമൺ സാർ പാടി, എനിക്ക് പാട്ട് പാടാൻ തീരെ അറിയത്തില്ല, നിങ്ങളൊക്കെ ഒരു പക്ഷെ നല്ലതായിട്ട് പാടുന്നവരായിരിക്കും. സൈമൺ സാർ പാടി, ഉലക സ്ഥാപനം മുൻ ഉളവായോരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ ഉലക സ്ഥാപനത്തിന് മുന്നമേ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമ്മെ തിരഞ്ഞെടുത്തു. എന്നാൽ ആ 4-ാം വാക്യത്തിൽ പറയുന്ന ആശയം നിങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ടെന്ന് നോക്കുകയും, എന്തിനാണ് നമ്മെ തിരഞ്ഞെടുത്തത്? നാം അവന്റെ സന്നിധിയില് വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനാണ് അവൻ നമ്മെ തിരഞ്ഞെടുത്തത്. എങ്ങനെയെങ്കിലും ഇന്ന് രാത്രി നമ്മുടെ ഈ കൂടിവരവിന്റെ പ്രാരംഭ സമയത്ത് തന്നെ, വചനധ്യാനത്തിന്റെ പ്രാരംഭ സമയത്ത് തന്നെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ലോകത്തിൽ നമുക്ക് പലരുടെ മുമ്പിൽ പല മുഖങ്ങൾ കാണിക്കാൻ സാധിക്കും. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇരിക്കുമ്പോൾ നിഷ്കളങ്കരായി ജീവിപ്പാൻ നമുക്ക് സാധിക്കുന്നുവോ എന്ന്, കളങ്കരഹിതരായിട്ടാണോ ജീവിക്കുന്നതെന്ന് നാം ഒരു ആത്മശോധന നടത്തി. പ്രൈസ് ഗോഡ്. വെളിപ്പാട് 22 നമ്മൾ വായിക്കുന്നത്, എടുക്കണ്ട വിശുദ്ധൻ ഇനിയും തന്നെ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, ഇതാ ഞാൻ വേഗത്തിൽ വരും. ഓരോരുത്തർക്കും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ കൂലിയും പ്രതിഫലവും എന്റെ പക്കലുണ്ട്. വാത്സല്യമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിലെ കളങ്കരഹിതമായി മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ലെങ്കിൽ പലതും നമുക്ക് നഷ്ടമായി പോകും. എന്നാൽ നമുക്ക് പിന്നെയും പരിശുദ്ധാത്മാവ് അവസരം തരുവാണ്. എന്തിനാണ്? നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമീകരിപ്പാൻ, ഒന്നുകൂടെ ശുദ്ധീകരണം പ്രാപിപ്പാൻ, ഒന്നും കൂടെ ഒരുങ്ങുവാൻ പരിശുദ്ധാത്മാവിന്റെ രാത്രി നമുക്ക് അവസരം തന്നിരിക്കുന്നു. കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എടുക്കേണ്ട വാക്യങ്ങളൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞോളാം.
അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ഇവിടെ നിൽക്കേണ്ടി വരും. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ വെളിപ്പെടേണ്ടതാകും. എനിക്ക് ഗ്രീക്ക് ഭാഷ അറിയത്തില്ലെങ്കിലും ഞാൻ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ആശയം ഞാൻ പറയാം. ആ വാക്യം പുതിയ നിയമത്തിന്റെ മൂലഭാഷയായ ഗ്രീക്കിൽ നിന്ന് ഡയറക്റ്റ് തർജ്ജമ ചെയ്താൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നാം എല്ലാവരും നിൽക്കുമ്പോൾ നമ്മുടെ തനിനിറം വെളിപ്പെടുമെന്നാണ്. മനസ്സിലായോ? നമ്മുടെ തനി നിറം അന്നേ വെളിപ്പെടത്തുള്ളതാണ്. ലോകത്തിലെ നമുക്കറിയാം, പാസ്റ്ററുടെ മുമ്പിൽ ഒരു മുഖം കാണിക്കും, പേരൻസിന് മുമ്പിൽ മറ്റൊരു മുഖം കാണിക്കും, പബ്ലിക്കിന് മുമ്പിൽ വേറൊരു മുഖമായിരിക്കും. ഇങ്ങനെ പല പ്രകടനത്തിലൂടെ ജീവിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലൊക്കെ ഇന്നത്തെ തലമുറ ആ നിലവാരത്തിലേക്ക് അധപ്പതിച്ചു പോയിരിക്കുന്നു എന്ന് ഖേദത്തോടെ പറയേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ അത്രയും അധപ്പതനം നിങ്ങളുടെ ഇടയിൽ ഈ രാജ്യത്ത് വന്നിട്ടില്ലായിരിക്കാം. നമ്മുടെ മാതൃരാജ്യത്തൊക്കെ തലമുറ വളരെ 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 പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് മാത്രമേ ഓരോരുത്തരുടെയും തനിനിറം വെളിപ്പെടത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നാം എന്ത് ചെയ്യണമെന്നറിയാമോ? ഭയത്തോടെ കർത്താവിനെ സേവിക്കണം. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കും. സകല ദൈവമക്കളും നടുക്കത്തോടും ഭയത്തോടും കൂടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം വന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മള് ഇതുവരെ പറഞ്ഞു വന്നത് യോനയുടെ പിതാവിന്റെ പേര് അമീഥായി. അമീഥായി എന്ന പേരിന്റെ അർത്ഥം വിശ്വസ്തൻ അല്ലെങ്കിൽ സത്യവാൻ എന്നാണ്. അമീഥായിയുടെ മകനായ യോന, യോന എന്ന പേരിന്റെ അർത്ഥം പ്രാവ് അല്ലെങ്കിൽ നിഷ്കളങ്കൻ. അവിടെ നമ്മൾ ഏറ്റെടുക്കേണ്ട മെസ്സേജ് എന്താണ്? വിശ്വസ്തനായ പിതാവിന്റെ മക്കൾ ആരായിരിക്കണം? റൈറ്റ്, നിഷ്കളങ്കരായിരിക്കണം. നമ്മുടെ പിതാവ് ആരാ? സ്വർഗസ്ഥനായ പിതാവ്. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുന്ന നേരത്ത് അവിടെ ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാം, കർത്താവിന്റെ പ്രാർത്ഥന എന്നൊക്കെ നമ്മള് സമുദായങ്ങളായിരുന്നപ്പോൾ മനസ്സിലാക്കിയിരുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ബാക്കി പറഞ്ഞ് വിശുദ്ധമാക്കട്ടെ, രാജ്യം വരണമേ, തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കടക്കാരുടെ ക്ഷമിക്കുന്ന പോലെ ക്ഷമിക്കണം. പരീക്ഷയിലേക്ക് ഇഷ്ടങ്ങളിൽ നിന്ന് രാജ്യവും ശക്തിയും സ്തുതിയും മഹത്വവും എല്ലാവരും മക്കളൊക്കെ മനഃപാഠമായിട്ട് പഠിക്കണം പ്രാർത്ഥന. അതുകൊണ്ടൊരു ഗുണം ഞാൻ പറയാം. പണ്ട് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്, 100% ശരിയാണെന്ന് എനിക്കറിയത്തില്ല, ഒരു വിഷയം സെക്രട്ടറി പാസ്റ്റർക്കൊക്കെ അറിയാം. ബോംബെയിലെ ഹിന്ദു മുസ്ലിം സംഘടന ഉണ്ടായി. 1000കണക്കിന് ആളുകളെ കൊന്നു എന്നാ പറയുന്നത്. അപ്പോൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് അറിയാനായിട്ട് രണ്ടു കൂട്ടരും ഉപയോഗിച്ചത്, നമ്മൾ ക്രിസ്ത്യൻ ആണെന്ന് എല്ലാവരും പറയുമായിരുന്നു അന്ന്. കാരണം ക്രിസ്ത്യനെ ഉപദ്രവിച്ചില്ല. ഉടനെ അവർ പറയും കർത്താവിന്റെ പ്രാർത്ഥനയല്ല. മനസ്സിലായോ? ആ പ്രാർത്ഥന പഠിച്ചിരുന്നത് കൊണ്ട് അനേകരും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ പ്രാർത്ഥന എല്ലാവരും മനപ്പാടായിട്ട് പഠിക്കണം. എന്നാൽ കർത്താവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയല്ല. ഇത് കർത്താവ് പഠിപ്പിച്ച മോഡൽ പ്രയർ ആണ്. അത് ചൊല്ലിയത് കൊണ്ട് ഒരു ദോഷവും ഇല്ല. അതിന്റെ ആശയവും അതിന്റെ അർത്ഥവും മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ ഇത്രയും ശ്രേഷ്ഠകരമായ ഒരു പ്രാർത്ഥന വേറെ ഇല്ല. എന്നാൽ പലപ്പോഴും ആളുകൾ നമ്മളോട് ചോദിക്കും, നിങ്ങൾ എന്നെ ഇത് ചൊല്ലാത്തത്? ഞാൻ പറയാം, നമ്മൾ ഒരാള് പനിയായിട്ട് കിടക്കുവാണെന്നിരിക്കട്ടെ, സുഖമില്ല കിടക്കും, അവിടെ വന്ന് സ്വർഗസ്വനായ പിതാവേ ചൊല്ലി വെച്ച് പോലെ എന്നാ ഗുണം? മനസ്സിലായോ? നമ്മുടെ കാര്യമേ അവിടെ വരുന്നില്ല. എന്നാൽ കർത്താവ് പറഞ്ഞത് പ്രാർത്ഥനയുടെ മോഡൽ ഇതാണ്. നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് നമ്മുടെ ആവശ്യങ്ങൾ, ആ പ്രാർത്ഥന അങ്ങോട്ട് വിശകലനം ചെയ്ത് പഠിച്ചാല്
അതിനകത്തെല്ലാം ഉണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ തുറന്ന മനസ്സോടെ കർത്താവിനോട് പറയുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്നാൽ കർത്താവിന്റെ പ്രാർത്ഥന ഏതാണെന്ന് പറയാവോ? എവിടാണെന്ന് പറയാവോ? ഗെത്സമനയിൽ പ്രാർത്ഥിച്ച കർത്താവ് പല സമയത്ത് പ്രാർത്ഥിച്ചു. എന്നാൽ കർത്താവിന്റെ പ്രാർത്ഥന എന്ന് നമുക്ക് ബൈബിളിൽ എഴുതി കിട്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. 17-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ഇന്ന് ശ്രദ്ധിച്ചോണം. ആ പ്രാർത്ഥനയെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് തന്നെ ഒരു ക്ലാസ്സാണ്. അതായത് പ്രാർത്ഥനയുടെ 1-ാം ഭാഗം ഈശോ മസിഹ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, നിന്റെ അടുക്കൽ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ തിരികെ മഹത്വപ്പെടുത്തണമേ. 1-ാം ഭാഗം കർത്താവ് തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ 2-ാം ഭാഗം ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇത്ര ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട സത്ത, അതിന്റെ ക്രീം എന്ന് പറയുന്ന ഇതാ. അതും നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു ആശയമാണ്. പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവജനത്തിന്റെ ഐക്യതയ്ക്ക് വേണ്ടി കർത്താവ് അന്നേ പ്രാർത്ഥിച്ചു. നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും എന്ത് ചെയ്യണം? ഒന്നാകണം. 2-ാമത് കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ ഇവരെ കാത്തുകൊള്ളണമേ. പ്രൈസ് ഗോഡ്. ഞാനോ നിന്റെ അടുക്കൽ വരുന്നു, ഇവരോ ഭൂമിയിൽ ഇരിക്കുന്നു. എന്നാൽ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഇവരെ കാത്തുകൊള്ളണം. കഴിഞ്ഞ പകലിലും ദൈവം നമ്മളെ ജയകരമായി നടത്തി. ഈ സന്ധ്യകൾ നമ്മൾ ക്ഷേമത്തോടെ വന്നു ചേർന്നു. നിങ്ങളൊക്കെയും വാഹനം ഓടിച്ച് ഓഫീസിൽ പോയി നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്ത് ക്ഷേമത്തോടെ വന്നത് പ്രിയ വാത്സല്യമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മിടുക്കല്ല എന്ന് തിരിച്ചറിയണം. നമ്മുടെ കഴിവല്ല നിന്ന് രാത്രി തിരിച്ചറിയണം. പിന്നെയോ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ നമ്മെ കാത്തുകൊള്ളണമേ എന്ന് മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കുന്ന നമ്മുടെ കർത്താവിന്റെ മധ്യസ്ഥത നിമിത്തമാ നമ്മുടെ ക്ഷേമമായിട്ടിരിക്കുന്നത്. അതൊന്ന് സമ്മതിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. 3-ാമത് കർത്താവിന്റെ പ്രാർത്ഥനയുടെ 3-ാം ഭാഗം സഭയ്ക്ക് വേണ്ടിയാണ്. ആ ഭാഗത്തേക്ക് പോയത് നമ്മുടെ വിഷയം തന്നെ വിട്ടുപോയി. 3-ാം ഭാഗം കർത്താവ് ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? സഭയ്ക്ക് വേണ്ടിയാ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വല്ല ഡൗട്ടും തോന്നുന്നുണ്ടോ? തോന്നുന്നില്ലല്ലേ? പക്ഷെ സംശയം ഉണ്ടാകണം. എന്റെ കാരണം അന്ന് സഭ സ്ഥാപിച്ചിട്ടില്ലല്ലോ. കർത്താവ് ലോകത്തില് ആയിരുന്നപ്പോൾ പുതിയ നിയമസഭ എന്ത് ചെയ്തിട്ടില്ല? സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. സഭ സ്ഥാപിക്കപ്പെട്ടത് നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാനാനന്തരം 40 നാളുകൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ശേഷം താൻ സ്വർഗാരോഹണം ചെയ്യുകയും അടുത്ത 10 ദിവസം ശിഷ്യന്മാര് സെയ്യോൻ മാളികമുറിയിൽ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. 50-ാം ദിവസം അഥവാ പെന്തിക്കോസ്ത് നാളിൽ റൂഹാക്കുദിശ ഇറങ്ങി വന്ന്, റൂഹാക്കുദിശ എന്നൊക്കെയുള്ളത് നമ്മുടെ സമുദായത്തിലെ പ്രയോഗങ്ങളാണ്. റൂഹാക്കുദിശ പരിശുദ്ധാത്മാവ് സെയ്യോൻ മാളികമുറിയിൽ കൂടിയിരുന്ന 120 പേരുടെ മേൽ ഇറങ്ങി വന്നാണ് അന്നാണ് സഭ സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ സഭ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ കർത്താവ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രൈസ് ഗോഡ്. അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്ന് പറയാം. പിതാവേ, ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ അത്രേ അപേക്ഷിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇന്ന് രാത്രി നമ്മുടെ ഹൃദയം ഏറെ കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ട ഒരു വിഷയം അവിടെയുണ്ട്. എന്താണെന്നറിയാമോ? ഭൂതലത്തിൽ സഭ സ്ഥാപിക്കുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവ് കഴിച്ച മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ അപേക്ഷിക്കുന്നു. ഇങ്ങനെ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്ന നമുക്ക് പൂർണ്ണ രൂപത്തിൽ എഴുതി കിട്ടിയിരിക്കുന്ന പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ പ്രാർത്ഥനയിലെ 3 ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1-ാം ഭാഗം കർത്താവ് തനിക്ക് വേണ്ടി തന്നെ പിതാവിനോട് അപേക്ഷിക്കുന്നു. 2-ാം ഭാഗം കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഐക്യതയും അവരുടെ സുരക്ഷിതത്വവുമാണ്. മൂന്നാം ഭാഗം കർത്താവ് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിൽ നാമമുണ്ടായിരുന്നു. Praise God. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ളത് മോഡൽ പ്രയർ ആണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. എന്തോ ഈ മോഡൽ പ്രയർ എന്ന് പറഞ്ഞാല്, ഞാൻ അതിനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ക്ലിയർ ആകും. നാട്ടില് ഞങ്ങളുടെയൊക്കെ ബാല്യകാലത്ത് സൈക്കിൾ ചവിട്ടാനായിട്ട് ആരെങ്കിലും പഠിപ്പിക്കുക, സൈക്കിളിന്റെ പുറകത്തെ കാരിയറെ പിടിച്ച് പഠിക്കുന്ന ആളെ കയറ്റിയിരുത്തി ഇങ്ങനെ പഠിപ്പിക്കുക. അപ്പൊ നമ്മളിങ്ങനെ, അയ്യോ ഞാൻ സൈക്കിൾ പഠിച്ച സമയത്ത് ഓർക്കുന്നുണ്ട്, പഠിപ്പിച്ച പുള്ളി അത്ര പ്രാവശ്യം ഈ പക്കിന് കുത്തിയിട്ടുണ്ടെന്ന് പറയാം, പളക്കിട്ട്. എന്റെ കാരണം പഠിക്കാൻ തുടങ്ങുമ്പോൾ വളഞ്ഞും പൊളഞ്ഞും ഒക്കെ ഇരിക്കത്തുള്ളൂ. അപ്പൊ പുള്ളി ഇങ്ങോട്ട് വളയുമ്പോൾ ഇവിടെ കിട്ട് കുത്തും, നൂർന്നിരിക്കുന്നു പറഞ്ഞു. ഇവിടെ നൂർന്നിരുന്നു, ഹാൻഡിൽ നേരെ പിടിക്കാൻ പറയും. പിന്നെ പുള്ളി നമ്മുടെ നോട്ടം ശരിയാക്കാനായിട്ട് പറയും, ആ പോസ്റ്റെ നോക്കിയിരിക്കാൻ പറയും. ആ പോസ്റ്റെ നോക്കിയിരുന്ന് ഹാൻഡിൽ നേരെ പിടിച്ച് കുറെ ദിവസങ്ങളൊക്കെ ചവിട്ടി കഴിയുമ്പോഴാണ് ഈ സൈക്കിൾ ചവിട്ടാനായിട്ടൊക്കെ മിടുക്കരായി തീരുന്നത്. പഠിച്ചപ്പോൾ ആരും വീഴാറില്ല, പഠിച്ചു കഴിഞ്ഞ് മിടുക്കരായെന്ന് തോന്നുമ്പോഴാണ് വീഴുന്നത്. ആത്മീയ ജീവിതത്തിലും അങ്ങനെ തന്നെയാ. ആരംഭിക്കുമ്പോൾ ആരും വീഴാറില്ല, കുറെ കഴിയുമ്പോൾ ഞാൻ എല്ലാം ആയെന്ന് തോന്നുമ്പോഴാണ് പലരും വീഴുന്നത്. അതും നമ്മുടെ ഒരു മെസ്സേജ് ആയിട്ട് അങ്ങ് ഏറ്റെടുത്താൽ നല്ലതായിരിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ച പുള്ളി നിവർന്നിരിക്കാനും ഹാൻഡിൽ നേരെ പിടിക്കാനും ആ പോസ്റ്റേ നോക്കിയിരിക്കാനും പറഞ്ഞതിന്റെ ഉദ്ദേശം വളവുള്ളിടത്ത് വളക്കരുതെന്നോ കട്ടറുള്ളത് ഒഴിഞ്ഞു പോരുതെന്നൊന്നും അല്ല. വളവുള്ളിടത്ത് തിരിച്ചോണം, അല്ലെങ്കിൽ കരുങ്കം കുഴി കിടക്കും. ഗട്ടറുള്ളിടത്ത് ഒഴിഞ്ഞു പൊക്കോണം, അല്ലെങ്കിൽ നട്ടല്ലൊടിഞ്ഞു പോകും. മനസ്സിലായോ? പിന്നെ എന്തായി പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ്, സൈക്കിൾ ഓടിക്കുന്നതിന്റെ മെത്തേഡ് ഇതാണ്. നിവർന്നിരിക്കണം, മുന്നോട്ട് നോക്കി ഓടിക്കണം, ഹാൻഡിൽ നേരെ പിടിക്കണം എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇതേപോലെ കർത്താവ് പ്രാർത്ഥന സംബന്ധിച്ചൊരു മോഡൽ പ്രയറെ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ചുകൊണ്ട് പ്രിയപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും തിരുനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അവനോട് അപേക്ഷിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാൽ പ്രൈസ് ഗോഡ്. നമുക്ക് ആ ഭാഗം അങ്ങ് വിടാം. അപ്പൊ യോനയുടെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ പഠിച്ച ഒന്നാമത്തെ ആശയം, നാം എപ്പോഴും ദൈവസന്നിധിയിൽ വിശ്വസ്തന്മാരും നിഷ്കളങ്കരുമായിരിക്കണം. അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തതെന്ന് മറക്കാതിരിക്കുക. യോനയുടെ പുസ്തകത്തിന് എത്ര അധ്യായങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്? 4 അധ്യായങ്ങൾ. നിങ്ങൾ ഒരിക്കലും മറക്കാത്ത നിലയിൽ ഈ കാര്യം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ 4 അധ്യായങ്ങളില് യോനയുടെ 4 ഓട്ടങ്ങളാണ് കാണുന്നത്. യോനയുടെ 4 ഓട്ടം. ഒന്നാം അധ്യായത്തിൽ യോന ദൈവത്തെ വിട്ടേച്ചോടുക. മനസ്സിലായോ? ദൈവത്തെ വിട്ടിട്ടോടുക. രണ്ടാം അധ്യായത്തിൽ യോന ദൈവത്തിങ്കലേക്ക് ഓടി വരികയാണ്. മൂന്നാം അധ്യായത്തിൽ യോന ദൈവത്തിന്റെ കൂടെ ഓടുകയാണ്. നാലാം അധ്യായത്തിൽ യോന ദൈവത്തെ ഓവർടേക്ക് ചെയ്യുകയാണ്. ദൈവത്തിന്റെ മുൻപ് കയറി ഓടാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോ ഒന്നാം അധ്യായം ഫ്ലീയിങ്, രണ്ടാം അധ്യായം പ്രേയിങ്, മൂന്നാം അധ്യായം പ്രീച്ചിങ്, നാലാം അധ്യായം കംപ്ലൈനിങ്. മനസ്സിലായോ? ഒന്നാം അധ്യായം ദൈവത്തെ വിട്ടോടുന്നു, രണ്ടാം അധ്യായം ദൈവത്തിങ്കിലേക്ക് ഓടി വരുന്നു, അഥവാ പ്രേയിങ്. അതായത് ആ ഭാഗം വായിക്കുമ്പോൾ അറിയാതെ. മൂന്നാം അധ്യായം ദൈവത്തോടു കൂടെ പ്രീച്ചിങ്, ദൈവം പറഞ്ഞ സ്ഥലത്ത് വന്ന് പുള്ളി പ്രസംഗിക്കാൻ തുടങ്ങി. മനസ്സിലായി? അത് ദൈവത്തിന്റെ കൂടെയുള്ള ഓട്ടം. നാലാം അധ്യായം ദൈവത്തിന്റെ മുമ്പിൽ കയറി ഓടാൻ, കംപ്ലൈനിങ്, ദൈവത്തോട് പരാതി പറയാൻ. എല്ലാവർക്കും മനസ്സിലായില്ലേ? പ്രൈസ് ഗോഡ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും അത് മറക്കത്തില്ലെന്ന് എനിക്കറിയാം. ദൈവത്തെ വിട്ടോടുക, ദൈവത്തിലേക്ക് ഓടി വരിക, ദൈവത്തിന്റെ കൂടെ ഓടുക, ദൈവത്തിന്റെ മുമ്പ് കയറി ഓടുക. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തെ വിട്ടോടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിങ്കിലേക്ക് ഓടി വരാൻ ഇന്ന് രാത്രി നാം തയ്യാറാകുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
എപ്പോഴും ദൈവത്തിന്റെ കൂടെ ഓടുവാൻ, ദൈവഹിതം എന്തോ അത് നിവർത്തിപ്പാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. 4-ാം അധ്യായത്തിലെ കാര്യവും നമ്മൾ ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ മുമ്പ് കയറി എന്ത് ചെയ്യരുത്, ഓടരുത്. നമ്മൾ പരാതിക്കാരും പിറുപിറുപ്പുകാരും ആയിരിക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് വിശദീകരിക്കാൻ നേരെയില്ല, ഇപ്പൊ തന്നെ നമ്മുടെ 9 മണി ആയി കഴിഞ്ഞു. അല്പം കാര്യങ്ങൾ കൂടെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ. നിങ്ങൾക്കിനി തന്നെ പഠിക്കാൻ പറ്റും ഈ പുസ്തകം. ഇന്ന് രാത്രി പോയി ഒരു 10 മിനിറ്റ് അല്ലെ ഒരു 20-30 മിനിറ്റ് മെനക്കെടാമെങ്കിൽ ഈ 4 അധ്യായം നിങ്ങൾക്ക് പഠിക്കാം. അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞു. 1-ാം അധ്യായത്തില് ദൈവത്തെ വിട്ട് ഓടുവാണല്ലോ. ഈ ദൈവത്തെ വിട്ട് ഓടുന്നതിന്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ പറയാം, പെട്ടെന്ന് പറയാം. യോന ദൈവത്തെ വിട്ടോടി. യോന പാർത്തിരുന്ന സ്ഥലം ഒരു ഉയരമുള്ള പർവ്വതമല്ല, എന്നാൽ ഒരു ഉയർന്ന സ്ഥലത്താണ് യോന പാർത്തിരുന്നതെന്നാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അവിടെ നിന്നും ദൈവത്തെ വിട്ട പുള്ളി എങ്ങോട്ടാ പോയെന്നറിയാവോ? താഴെ എന്ന് പറഞ്ഞാൽ കടൽ തീരത്തേക്ക്. അപ്പൊ ദൈവത്തെ വിട്ട്, ദൈവപ്രമാണം വിട്ട ആള് പടിയായിട്ട് താഴോട്ടാ വരുന്നത്. താഴോട്ട് വന്ന് തുറമുഖത്ത് വന്നു. അവിടുന്ന് എവിടെ കയറി? കപ്പലെ കയറിയപ്പോഴും കുറച്ചും കൂടെ താഴോട്ട് പോയി. കപ്പലെ കയറിയിട്ടും പുള്ളി എങ്ങോട്ട് പോയി? അടിത്തട്ടിലോട്ട് പോയി. അപ്പൊ പിന്നെ എങ്ങോട്ടാ പോയെ? താഴേക്ക് പോയി. അടിത്തട്ടി കിടന്ന പുള്ളിയെ എവിടോട്ട് എടുത്തിട്ടു? പിന്നെ എങ്ങോട്ട് പോയി? താഴേക്ക് പോയി. തിമിംഗലം അവനെ കടലിന്റെയും അടിത്തട്ടിലോട്ട് പോയി. അതാ യോന പറയുന്നത്, ഞാൻ പാതാളത്തിന്റെ ആഴത്തിൽ കിടന്ന് നിന്നോട് നിലവിളിക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലായി? അപ്പൊ അനുസരണക്കേടിന്റെ ഫലം നീ ആയിരിക്കുന്ന ഉന്നതിയിൽ നിന്നും നിന്നെ എവിടെ കൊണ്ട് എത്തിക്കും? പാതാളത്തിന്റെ ആഴത്തിൽ കൊണ്ട് എത്തിക്കും. എന്നാൽ അനുസരണത്തിന്റെ ഫലം കൂടെ ഞാൻ പറയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവിനെ സകലത്തിലും അനുസരിച്ചു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം, ബാക്കി പറഞ്ഞേ, അനുസരണമുള്ളവനായി തീർന്നു. എന്തായിരുന്നു റിസൾട്ട്? ദൈവമോ അവനെ ഏറ്റവും ഉയർത്തി, പിതാവിന്റെ വലത്ത് ഭാഗത്തിരുത്തി. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ ദൂത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. അനുസരണക്കേടിന്റെ ഫലം എന്ന് പറഞ്ഞാൽ പടിപടിയായി താഴോട്ട് പോയി പാതാളത്തിന്റെ ആഴത്തിൽ ചെല്ലും. സ്തോത്രം. അനുസരണത്തിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ താഴ്വരയിൽ നിന്നെ ഉയർത്തി കർത്താവിനോടുകൂടെ. ഇനി 1-ാം അധ്യായത്തിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ആശയം കൂടെ പറഞ്ഞിട്ട് ആ അധ്യായം നമുക്കങ്ങ് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ യോന അനുസരണക്കേട് കാണിച്ചത് നിമിത്തം ഉണ്ടല്ലോ, ആർക്കൊക്കെ ഭാരമായെന്ന് പറയോ? ഒന്ന് റൈറ്റ്, പാസ്റ്റർമാരുടെ മക്കളൊക്കെയുള്ള ഗുണം. അനുസരണക്കേണ്ട ഒരു ഫലമാണ് കപ്പലിന് ഭാരം. പിന്നെ ആർക്ക് ഭാരം? കപ്പലിലുള്ളവർക്ക് ഭാരം. പിന്നെ ആർക്ക് ഭാരമായി? തിമിംഗലത്തിന് ഭാരമായി. മനസ്സിലായോ പറഞ്ഞത്? സഭയിൽ ഒരു അനുസരണം കേട്ടോ മതിയെന്ന്. മനസ്സിലായോ? 99 പേരും അനുസരണമുള്ളവരും ഭക്തരും വിശുദ്ധരുമായിരിക്കാം, ഒരെണ്ണം മതി. 1000 മത്തിയോ ചാളയെന്നും മത്തി എന്നൊക്കെ പറയാം. 1000 മത്തിയുള്ള ഒരു കൊട്ടയല്ലേ, ഒരെണ്ണം മേള് ചീഞ്ഞതായിട്ട് വയറ് പൊട്ടി കിടന്നാ മതി. വന്ന് നോക്കിയ ചിലരോ ഇത് ചീഞ്ഞതാ. മനസ്സിലായില്ലേ? ബൈബിളൊരു വാക്യം ഉണ്ടല്ലോ, ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം മുഴുവൻ കണ്ടോ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒറ്റ അനുസരണം കെട്ടവൻ കപ്പലിൽ കയറിയതാ. കപ്പലിന് ഭാരം. നമുക്കിവിടെ വിചാരിക്കുന്ന കപ്പലിലെ സാമാനങ്ങളെല്ലാം കൂടെ ഉള്ളതുകൊണ്ടാ ഭാരം. അത് വിചാരിച്ച് അവരെല്ലാം എടുത്ത് വെളിയിൽ കളഞ്ഞത്. അബദ്ധമായി പോയില്ലേ? വാസ്തവത്തിൽ കപ്പലിന്റെ ഭാരം ചരക്കല്ലായിരുന്നു, ഈ അനുസരണം കെട്ട യോനയായിരുന്നു. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, പാഠങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. ഒരു കാരണവശാലും മക്കളെ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പേരൻസിന് ഒരു ഭാരമാകാൻ പാടില്ല. സഭാ മക്കൾ ദൈവദാസന്മാർക്ക് ഒരു ഭാരമാകാൻ പാടില്ല.
ദൈവസഭയ്ക്കൊരു ഭാരമാകാൻ പാടില്ല, നമ്മുടെ സമൂഹത്തിനൊരു ഭാരമാകാൻ പാടില്ല. ഹല്ലേലൂയ. നമ്മളെപ്പോഴും വിശ്വസ്തന്മാരും നിഷ്കളങ്കരുമായി അനുസരണമുള്ളവരായി ദൈവത്തെ സേവിപ്പാൻ ഇടയായി തീരട്ടെ. ഇനി അധ്യായത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അധ്യായം നമുക്ക് വിടേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. കപ്പൽ അങ്ങോട്ട് ആടി ഒലയാൻ തുടങ്ങി. ഉടനെ കപ്പലിലെ സാധനങ്ങളെല്ലാം ആളുകളെടുത്ത് എന്ത് ചെയ്തു? കടലിൽ കളഞ്ഞു. എന്നിട്ടും കാറ്റ് ശമനമാകുന്നില്ല. കപ്പൽ ആടി വേണ്ടിയാ. ഉടനെ ഇവര് പറഞ്ഞു നമുക്ക് നറുക്കിടാവുന്നു. നറുക്കിട്ടപ്പോ കൃത്യം കുറിക്കൊണ്ടാർക്ക് വീണു, കുറിക്ക് യോനയ്ക്ക് വീണു. യോന പോയി കിടന്നുറങ്ങി. യോനെ പിടിച്ചു. നീ എവിടുത്തുകാരനാ? നിന്റെ ഒരുപക്ഷെ പല ക്വസ്റ്റ്യൻ അവർ ചോദിച്ചാണ്, വക്കീലന്മാർ ചോദിക്കുന്നല്ലേ ചോദിക്കുന്നത്. നിന്റെ പേരെന്നാ? നിന്റെ ജാതി എന്നാ? നീ എവിടുത്തുകാരനാ? നീ എവിടേക്ക് പോവുക എന്നെല്ലാം അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ ഞാൻ നോക്കിയപ്പോ എല്ലാരും വളരെ കൂളായിട്ട് ഈ കസ്റ്റംസ് ചെക്കിങ്ങിലൂടെ കടന്നു പോവുക. എന്റെയും ചെറിയൊരു ബാഗൊക്കെ ഇങ്ങനെ കടത്തി വിട്ടു. ഞാനിങ്ങോട്ട് ഡിങ്ങന്നൊരടിയവൻ. ഉടനെ അവൻ എന്നോട് പറഞ്ഞു അങ്ങോട്ട് മാറി നിന്ന് ആ സ്ക്രീനകത്തോട്ട് കയറി നിന്ന് കൈ പൊക്കി പിടിച്ചു പറയുന്ന പോലെ ചെയ്തല്ലേ വെക്കൂ. അപ്പോഴത്തേന് അവൻ കംപ്ലീറ്റ് പടമൊക്കെ എടുത്തു. പടം എടുത്ത് ഇറങ്ങി വന്നപ്പോൾ എന്നാ പോക്കറ്റ് ഒരു ചെറിയ കടലാസ് കഷ്ണം കിടന്ന. അപ്പൊ എത്ര സൂക്ഷ്മമായിട്ട് അവരതൊക്കെ നോക്കുന്നത്. എന്നോട് പോക്കറ്റ് കാണിക്കാൻ പറയും. പോക്കറ്റ് നോക്കിയപ്പോൾ ശരി ഒരു പേപ്പർ കഷ്ണം കിടപ്പുണ്ട്. ഇതാണ്. ആ ഓക്കെ പൊക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ അറസ്റ്റ് ചെയ്ത് നിർത്തി ചോദിക്കുന്നല്ലേ ചോദിക്കുന്നത്. യോനെ അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ നമുക്ക് ഒരു ആശയം പഠിക്കാനുണ്ട്. ലോകം നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മളൊരു അവസരം കൊടുക്കും. എത്രപേർക്ക് മനസ്സിലായി? നീ എവിടുത്തുകാരനാണെന്നും നിന്റെ വിശ്വാസം എന്താണെന്നും നിന്റെ പേരെന്താണെന്നും ഒന്നും ലോകം നമ്മളോട് ചോദിക്കാൻ ഒരു അവസരം നമ്മൾ എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. പ്രൈസ് ഗോഡ്. പിന്നെ എന്റെ അടുത്ത വാക്യം എന്നാന്നറിയോ? യോന ഉടനെ പറഞ്ഞു കേൾക്കണം മറുപടി. ഞാനേ കടലും കരയും നിർമ്മിച്ച യഹോവയെ ഭജിച്ചു പോരുന്നവനാണ്. സ്തോത്രം. അപ്പൊ അവിടെ നമുക്കൊരു ആശയം പഠിക്കാനുണ്ട്. ദൈവത്തെ വിട്ടാ പോക്കെ സാക്ഷ്യത്തിന് വല്ല കുറവുണ്ട്. സാക്ഷ്യത്തിന് ഒരിക്കലും അമ്മച്ചി 2 ആഴ്ച സഭായോഗത്തിന് വരാതിരുന്നേച്ചേ 3-ാമത്തെ ആഴ്ച വന്നു. നമ്മുടെ നാട്ടിലെ രീതിയാണ് ഈ പറയുന്നത്. ചിലർക്ക് സ്ഥിരം ചില സീറ്റുകളുണ്ടല്ലോ. അമ്മച്ചി 2 ആഴ്ച വരാഞ്ഞുകൊണ്ട് വേറെ സഹോദരിമാർ അവിടെ അങ്ങ് ഇരുന്നു പോയി. അമ്മച്ചി ചവിട്ടി മെതിച്ച് ഇങ്ങോട്ട് വന്ന് പോത്തോന്ന് അവിടോട്ടങ്ങ് ഇരുന്നു. അമ്മച്ചിയുടെ വരവ് കണ്ടപ്പോഴേ അവിടെ ഇരുന്നവരങ്ങ് ഓടി മാറി. സാക്ഷ്യത്തിന് സമയം കിട്ടിയോണ്ട് അമ്മച്ചി ചാടി എഴുന്നേറ്റു. പറയുവാണ്, കഴിഞ്ഞ 2 ആഴ്ച എനിക്ക് വരാൻ പറ്റിയില്ല, ഇന്നെനിക്ക് വരാൻ പറ്റിയതിനായിട്ട് സ്തോത്രം. ഞാൻ സന്തോഷിപ്പിച്ചൊരു വാക്യം വായിക്കാം. ഞാൻ നല്ലപോലെ പൊരുതി വെച്ചു. മനസ്സിലായോ? മരുമോള് പുറകെ ഇരുന്നോണ്ട് പറഞ്ഞു, നല്ല പോലെ ആര് പൊരുതി വെച്ചാ വരുന്നെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ ജീവിതം വേറെ, സാക്ഷ്യം വേറെ. പ്രൈസ് ഗോഡ്. നല്ല പോലെ പൊരുതി വെച്ചാ വന്നെന്ന്. ഇവിടെ നിങ്ങൾക്ക് പിന്നെ വലിയ ഭാഗ്യമുണ്ട്, അമ്മായിമ്മമാരും ഇവിടെ ഇല്ലല്ലോ. എന്നാലും വീട്ടിൽ പൊരുതുന്നവരൊക്കെ കാണും. പ്രിയപ്പെട്ടവരെ, സാക്ഷ്യവും ജീവിതവും ഒന്നുപോലെ കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. ഒരു ഒരു ത്രാസിന്റെ 2 തട്ട് ബാലൻസ് ചെയ്യുന്നത് പോലെ നമ്മുടെ സാക്ഷ്യവും നമ്മുടെ ജീവിതവും ബാലൻസ് ചെയ്ത് പോകുവാനിടയാകട്ടെ. യോന അനുസരണം കെട്ടവനായി പോയി. പിന്നെ അനുസരണത്തിന്റെ ഒരു ഫലമാ ഉറക്കം. മനസ്സിലായില്ലേ? സഭയെ വന്ന് പലരും ഉറങ്ങുന്നത് കാണുമ്പോ, പിന്നെ ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുന്നവരുണ്ട്, അത് ഞങ്ങൾക്കറിയാം. അല്ലെങ്കിലും ഈ കൃപയെന്നൊക്കെ മാറി നിന്നേച്ച് ഉറങ്ങുന്നവരെയും പാസ്റ്റർമാർക്ക് കണ്ടാ അറിയാം. വിവേചിച്ച് മനസ്സിലാക്കി കളയും. മനസ്സിലായില്ലേ? അനുസരണം കേട്ടേച്ച് പുള്ളി പോയി കിടന്ന് നല്ല ഉറക്കമാണ്. മനസ്സിലായോ? കയ്യടിയില്ല, പാട്ടുമില്ല, അന്യഭാഷയില്ല, മറുഭാഷയില്ല. മറ്റേ കുറെ ആഴ്ചകൾക്ക് മുമ്പൊക്കെ ആരാധനിക്കുന്ന തകർക്കുമായിരുന്നു. ഇപ്പൊ അത് കാണുമ്പോഴേ ഞങ്ങൾക്ക് അറിയാം പുള്ളി പല വടികൾ പുറകോട്ട് വെച്ചെന്ന്. നിങ്ങൾ ആരും ഒരു സ്റ്റെപ്പ് പോലും പുറകോട്ട് വെക്കുന്നവരാകരുത്. മുന്നോട്ട് 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 മുന്നോട്ട്. കാരണം നമ്മുടെ കർത്താവിന്റെ വരവ് സമാഗതമായി. വിശ്വാസം ഉണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ. പോട്ടെ, നമുക്ക് ആ ഭാഗം അങ്ങ് വിടാം.
അപ്പൊ ജീവിതവും സാക്ഷ്യവും ഒന്നുപോലെ ആയിരിക്കണം എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. 2-ാം അധ്യായം യോന ദൈവത്തെങ്കിലേക്ക് ഓടി വരുന്നു എന്ന് പറഞ്ഞാൽ യോനയുടെ പ്രാർത്ഥനയാണ്. അത് വിശദീകരിപ്പാൻ നേരമില്ല. പക്ഷെ നമ്മൾ ആ വായിച്ച വാക്യത്തില് ഒന്നുകൂടി ഒന്ന് വായിക്കാവോ? വാക്യം 8-9 വാക്യം. മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും. വാസ്തവത്തിൽ ദയാലുവായവനെ ഉപേക്ഷിച്ച് പോയത് ആരാ? യോനയാ. യോന ഉപേക്ഷിച്ച് പോകാനും ഒരു കാരണമുണ്ട്. ഒത്തിരി പഠിക്കേണ്ട കാര്യങ്ങളാ. യോനയോട് പറഞ്ഞത്, നീ ചെന്ന് നിനവയ്ക്ക് എതിരായിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞത്? പ്രവചിക്കാനാ പറഞ്ഞത്. നമുക്ക് എതിരായിട്ട് എതിരായിട്ട് പ്രവചിക്കുന്ന ഏത് പ്രവാചകനെ ഇഷ്ടം? മോനെ നിന്നെ അനുഗ്രഹിച്ച് അങ്ങോട്ട് അനുഗ്രഹിക്കാം. ഓട്ടനെ നമുക്ക് മറുഭാഷ്യം വന്നു, ബഹളവും വന്നു. വലിയ സന്തോഷമായി. പേഴ്സിലെ പൈസ എങ്ങനെ വരുത്താമെന്ന് അവർക്കറിയാം. മനസ്സിലായോ? എങ്ങനെ സാധിക്കുന്നുള്ളത് അവർക്കറിയാം. എതിരായിട്ട് പറഞ്ഞാൽ ജീവിതത്തിലെ ലംഘനങ്ങളും പാപങ്ങളും കുറവുകളും തലേ കൈവച്ചു പറഞ്ഞ അല്ല പുള്ളിയാ എന്ന് പറഞ്ഞ് നമ്മളെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. എതിരായിട്ട് പ്രവചിക്കാൻ പറഞ്ഞപ്പോ യോന എന്ത് ചെയ്തു? സ്ഥലം വിട്ടു, കപ്പൽ കയറി വേറെ വഴിക്ക് പോയി. പക്ഷെ തമ്പുരാൻ, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നീ ഏത് വഴി തിരഞ്ഞെടുത്ത് പോയാലും ദൈവം നിന്നെ തിരിച്ച് ഈ പാതയിൽ. ഞാനതിന് പറയുന്നൊരു ഉദാഹരണമുണ്ട്. നാട്ടിലെ ഉദാഹരണമാ. നാട്ടിലെ ഈ പണ്ട് ഇപ്പോഴായി കോൺക്രീറ്റ് ബിൽഡിംഗ് ഒക്കെ വന്നത്. പണ്ട് തടി കൊണ്ടാണ് വീടൊക്കെ പണിയുന്നത്. കഴുക്കോല്, ഉത്തരം അല്ലേ? അങ്ങനെ കഴുക്കോലും ഉത്തരവും മോന്തായോ ഒക്കെ പണിത് വെച്ചിട്ട് ആശാരി ഈ വളയടിച്ച് കയറ്റുമല്ലോ ഈ കഴുക്കോലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന. വചനത്തിൽ നിന്നും പറയാം, സമാഗമന കൂടാരത്തിന്റെ പലകളെ നിവരെ നിർത്തിയിരുന്നത് എന്തുവാ? അന്താഴം. അപ്പൊ വളയൊക്കെ പണിത സമയത്ത് കൃത്യമായിട്ടാ പണിതത് ആശാരി. അളവും തോതും എല്ലാം ഒപ്പിച്ച. പക്ഷേ ചിലതങ്ങോട്ട് കയറത്തില്ല. അതിന് പുള്ളി കൊട്ടുപിടി വെച്ച് ടക്കെന്നടിക്കും. ഞാൻ പറഞ്ഞതിന്റെ ആശയം ഇത്രയേ ഉള്ളൂ. ദൈവത്തിന്റെ പാത വിട്ടു പോയാൽ, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, കൊട്ടുപിടിക്ക് 4 കൊട്ട് തന്നാണെങ്കിലും പാതയെ കൊണ്ടുവരും. യോനയുടെ പുസ്തകം ആ പാഠവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ തട്ട് കിട്ടാതെ അങ്ങ് വിധേയപ്പെട്ടു പോയേക്കാമെങ്കിൽ എത്രയോ അനുഗ്രഹകരമാണ്. പിന്നെ പ്രാർത്ഥനയിൽ എന്തൊക്കെ വേണമെന്നറിയാം? വായിച്ചാട്ടെ, വാക്യം വായിച്ചേ. മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും. നമ്മുടെ പ്രാർത്ഥനയിലും ആരാധനയിലും ഒക്കെ സ്തോത്രനാദം വേണം. പാതാളത്തിന്റെ ആഴത്തിൽ തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ടാണ് പുള്ളി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. മനസ്സിലാക്കണം. അതാണ് മടങ്ങി വരിക, അനുദപിക്കുക, പശ്ചാത്തപിക്കുക, ദൈവത്തിലേക്ക് വരിക. തന്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗം ഞാൻ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗം, സ്തോത്രനാദത്തോടെ വേണം ആരാധന. പിന്നെ നേർന്നിരിക്കുന്നത് കഴിക്കണം. എല്ലാവരും ഒന്ന് ഇങ്ങോട്ടും നോക്കിക്കേ. ദൈവസന്നിധിയിൽ പല പ്രാവശ്യം ഉഭയസമ്മതം ഉടമ്പടിയൊക്കെ ചെയ്തിട്ടില്ലേ? എല്ലാവർക്കും നിവർത്തിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ കർത്താവേ ഇന്നത് ചെയ്തോളാം. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? നേരാതിരിക്കുന്നതാണ്. നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് നേരാത്തതാണ്. നേർന്നോ നീ അത് ചെയ്തോണം. ഞാൻ 10 പേരോട് സുവിശേഷം പറയാൻ കർത്താവേ എന്ന് ആണ്ടിന്റെ ആരംഭത്തിൽ പറഞ്ഞതാണോ? പറഞ്ഞിരിക്കണം, ചെയ്തിരിക്കണം. താവേ നീ തരുന്ന നന്മയിൽ നിന്ന് ഞാൻ ദശാംശം കൊടുത്തോളാമെന്ന് ജോലി കിട്ടുന്നതിന് മുമ്പ് ദൈവത്തിന് നേർന്നതാണോ? അത് കൃത്യമായി ചെയ്തോണം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമയം ചെലവിടാം, ആരോഗ്യം ചെലവിടാം, ധനം ചെലവിടാം. പലതും ഒക്കെ നേർന്നിട്ടില്ലേ? അത് കൃത്യമായി ചെയ്തോണം. പ്രൈസ് ഗോഡ്. ഞാൻ എന്റെ നേർച്ചകളെ നിനക്ക് കഴിക്കും. ഒരു ഹല്ലേലൂയ അവിടെ പറഞ്ഞാൽ. ഒരു കഥയുണ്ട്. ഒരിക്കലേ ക്ലാസ് ആയണ്ട ഇങ്ങനെ പറയുന്നത് കേട്ടോ. കൺവെൻഷനാണ് ഇങ്ങനെയൊന്നും പറയത്തില്ല. ഒരു മീൻ പിടിക്കാൻ പോയ മീൻപിടുത്തക്കാരെ പറഞ്ഞു, ആദ്യത്തെ മീന് പുതുപ്പള്ളി പുണ്യാളച്ചനാണെന്ന് പറഞ്ഞു. പുതുപ്പള്ളി പള്ളിയിലെ ആദ്യം കിട്ടുന്ന മീന്
ആദ്യത്തെ വല കിട്ടിയത് ഭയങ്കര ഒരു വാളയാണ്. ആളെ പിടിച്ച് കൂടെ ഇട്ടേച്ച് പറഞ്ഞു, പുണ്യാളച്ചൻ എന്തിനാണ് വാള? മനസ്സിലായോ? ഊപ്പയായിരുന്നേ കൊടുത്തേനെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് കൂടെ മറിഞ്ഞ് ഈ വാള ചാടിപ്പോയി. ഉടനെ പുള്ളി പറയാ, ആ പുണ്യാളത്തിനുള്ള പുണ്യാളത്തിനെടുത്തു. മനസ്സിലായില്ലേ? നമ്മളൊക്കെ എന്തെല്ലാം ടെക്നിക്ക് നമ്മുടെ കയ്യിലുണ്ടെന്ന് അറിയാമോ? പക്ഷെ ഈ ടെക്നിക്ക് ഒന്നും തമ്പുരാന്റെ മുമ്പിൽ വില പോകത്തില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ റീജിയൻ കൺവെൻഷന് പറഞ്ഞതുപോലെ ഇവിടെ കോടതിയിലും അഡ്വക്കേറ്റിനും ഒക്കെ പെപ്പ പറഞ്ഞ് കളിപ്പിക്കാം. നിങ്ങളുണ്ടായിരുന്ന റീജിയൻ കൺവെൻഷൻ എല്ലാവരും? അതായത് വക്കീലിനെ കേസ് പിടിച്ചു, വക്കീലിന് മനസ്സിലായി കേസ് തോറ്റു പോകുന്നു. അതുകൊണ്ട് വക്കീൽ ഇവനോട് പറഞ്ഞു, പ്രഥമ ദൃഷ്ടിയാ നീ കുറ്റവാളിയാണ്, ഞാൻ പറയുന്ന പോലെ പറയാമെങ്കിൽ നിന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. ഓ പറയാം സാറേ എന്ന് പറഞ്ഞു. കോടതിയിലെ ജഡ്ജിയോ മറുഭാഗം വക്കീലോ നിന്നോട് എന്തോ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നീ പറഞ്ഞോണം പെപ്പന്ന് പറഞ്ഞോണം. അവൻ അതുപോലെ പറഞ്ഞു. ഉടനെ ജഡ്ജി കൊടുവിൽ ദേഷ്യം വന്നു. നിന്റെ പേരെന്നാ? പെപ്പ. നിന്റെ തൊഴിലെന്നാ? പെപ്പ. നിന്റെ അപ്പന്റെ പേരെന്നാ? പെപ്പ. എടാ നീ ചെയ്തതാണ് പെപ്പ. ജഡ്ജി പറഞ്ഞു, ഇവൻ ഇതൊന്നും ചെയ്യാൻ യോഗ്യന കഴിവുള്ളവരല്ല, പുറത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. അവനെ വിട്ടു. വക്കീൽ പറഞ്ഞു, നീ ഓഫീസിലോട്ട് പറഞ്ഞു. ഓ വരാൻ സാറേ എന്ന് പറഞ്ഞു. ഓഫീസിൽ ചെന്നവൻ പറഞ്ഞു, എടാ നീ അഡ്വാൻസ് തന്നത് ഇത്ര 1000, ബാക്കി കാശ് പെപ്പ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? എടാ പെപ്പ പറയാൻ പറഞ്ഞ കോടതിയില്ല, ഇവിടെ കാശ് വെക്കാൻ പറഞ്ഞു. പെപ്പ പറഞ്ഞു. വക്കീലിനെയും കളിപ്പിച്ചു. ഈ പണിയൊന്നും അവിടെ നടക്കുകയില്ല. രാജാതിരാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ തനിനിറം വെളിപ്പെടും. സ്തോത്രനാദം അർപ്പിക്കണം. പിന്നെ എന്നാ പറഞ്ഞത്? നേർന്നിരിക്കുന്നത് എന്ത് ചെയ്യണം? അതാ ഞാൻ പറഞ്ഞത്. പെപ്പ പറയരുത് ആരും. നേർന്നിരിക്കുന്നത് കഴിച്ചോണം എല്ലാവരും. അടുത്തത് രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. അവിടുന്ന് ഒരു ആശയമുണ്ട്. രക്ഷ എവിടുന്ന് വരുന്നതാ? യോനയ്ക്ക് നല്ലപോലെ അറിയാം. ആ രക്ഷ നിനവേക്കാർക്ക് കിട്ടുന്നതിൽ പുള്ളിക്ക് താല്പര്യമില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് സ്റ്റാൻഡ് വിട്ടു പോയത്. രക്ഷ യഹോവയുടെ ദാനമാണെന്നും യഹോവയുടെ പക്കൽ നിന്ന് വരുന്നെന്നും യോനയ്ക്കറിയാം. പക്ഷേ അത് എനിക്ക് വേണം, മറ്റുള്ളവർക്ക് കിട്ടുന്നതിൽ താല്പര്യമില്ല. ദൈവമക്കളെ, അത് സ്വാർത്ഥതയാണ്. നമുക്ക് ദാനമായി ലഭിച്ചിരിക്കുന്ന നിത്യരക്ഷ മറ്റുള്ളവർക്ക് കൂടെ ലഭിക്കേണ്ടതിന് നമ്മൾ കൺവെൻഷൻ നടത്തുന്നത്, മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നത്, നമ്മുടെ ഉള്ളിലെ താല്പര്യം എപ്പോഴും അതായിരിക്കണം. എനിക്ക് ദൈവം തന്ന രക്ഷ മറ്റനേകർക്കും ലഭിക്കണം. ഇവിടുത്തെ വെള്ളക്കാര് രക്ഷിക്കപ്പെടണം, ഇവിടുത്തെ ബ്ലാക്സ് രക്ഷിക്കപ്പെടണം, വിവിധ നേഷനിൽ നിന്ന് വന്നിരിക്കുന്നവർ രക്ഷിക്കപ്പെടണം. രക്ഷ യഹോവയുടെ ദാനമാണ്, എല്ലാവർക്കും ലഭിക്കണമെന്നുള്ളത് നമ്മുടെ ആഗ്രഹമായിരുന്നു. ഞാൻ ഈ രാജ്യത്ത് വന്നത് തുടങ്ങി ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേക എല്ലാ ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഈ രാജ്യത്ത് വന്നത് തുടങ്ങി ഈ രാജ്യത്തിന്റെ പേരെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ജോൺ വെസ്ലി, അതെ, വില്യം കേറി, ഡേവിഡ് ലിവിങ്സ്റ്റൺ, സ്പർജൻ, എത്രയോ മഹാന്മാർ എഴുന്നേറ്റിട്ടുള്ള ഈ രാജ്യത്ത് ദൈവത്തെ വേണ്ട, ആരാധന വേണ്ടാത്ത തലമുറ, പള്ളികൾ പൂട്ടിക്കിടക്കുന്നു. നിങ്ങൾ ദൈവമക്കളെ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി കരയണം. ഈ ജനത്തെ ഉണർത്തുവാൻ ഒരു വെസ്ലിയെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ, ഒരു കേറിയെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ, ഒരു ലിവിങ്സ്റ്റനെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. അതിനാത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തനിയെ പഠിക്കണം. 3-ാം അധ്യായത്തിലെ വിഷയം എന്താണെന്നാ പറഞ്ഞത്? പറഞ്ഞാട്ട് യോന ദൈവത്തിന്റെ കൂടെ ഓടുന്നു. നടക്കുന്നതിന് ഓട്ടമാണ് നമ്മൾ പറഞ്ഞത്. ദൈവത്തിന്റെ കൂടെ ഓടുന്നു, അഥവാ പ്രീച്ചിങ്. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തി പ്രസംഗിക്കാൻ തുടങ്ങി. പ്രീച്ചിങ്. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 ആശയം പെട്ടെന്ന് പറയാം. ഒന്ന്, why preach Christ? എന്തുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ പ്രസംഗിക്കണം? നിങ്ങളൊന്ന് എടുത്ത് പെട്ടെന്ന് വായിക്കാവോ? പ്രവൃത്തികളുടെ പുസ്തകം 4:12. Acts chapter 4 verse 12. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. മനസ്സിലായോ? എന്തുകൊണ്ടാ ക്രിസ്തുവിനെ പ്രസംഗിക്കേണ്ടത്? മറ്റൊരുത്തനിലും ഇല്ലെന്ന്. രക്ഷിക്കപ്പെടാൻ ഏക നാമമേ ദൈവം. അതുകൊണ്ട് യേശുവിനെ തന്നെ
തന്നെ നമ്മൾ പ്രസംഗിക്കണം. ആമേൻ. നമ്മൾ മതം പറയാൻ വന്നവരല്ല, ക്രിസ്തുവിനെ മാത്രം ഉയർത്തുക. പൗലോസ് പറഞ്ഞത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം അത് മാത്രമേ രക്ഷിക്കത്തുള്ളൂ. നമ്പർ 2, വൈ പ്രീച്ച്? എന്തുകൊണ്ട് പ്രസംഗിക്കണം? അതിന്റെ റോമർ 10:13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണത്. പെട്ടെന്ന് വായിച്ച് റോമർ 10:13 മുതൽ 17 വരെ. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആര് വായിക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പൊ പ്രസംഗിക്കണോന്ന്. പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? പ്രൈസ് ഗോഡ്. പ്രസംഗം വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അതുകൊണ്ട് നമ്മൾ പ്രസംഗിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമായിരിക്കാം, രാഷ്ട്രീയക്കാരൊക്കെ ഈ പ്രചരണത്തിന് പ്രസംഗം പഠിച്ചത് ക്രിസ്ത്യാനിറ്റിയിൽ നിന്നാണ്. ആദ്യമായിട്ട് പ്രചരണത്തിന് പ്രസംഗം തുടങ്ങിയത് ക്രിസ്ത്യാനിറ്റിയാണ്. പൗലോസ് പ്രസംഗിക്കാൻ തുടങ്ങി, പത്രോസ് പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിനെ മാത്രം പ്രസംഗിക്കണം, നാം പ്രസംഗിക്കുക തന്നെ ചെയ്യണം. പ്രൈസ് ഗോഡ്. മൂന്നാമത്, വൈ ഐ പ്രീച്ച്? എന്തുകൊണ്ട് ഞാൻ പ്രസംഗിക്കണമെന്ന് നിർബന്ധിക്കുന്നു? ഞാൻ വേണമെങ്കിൽ 10 വേലക്കാരെ സ്പോൺസർ ചെയ്തേക്കാം, 10 പേർക്ക് റെന്റ് കൊടുത്തേക്കാം എന്നൊക്കെ നമ്മൾ പറയും, നമ്മളെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. പോരാ, അത് മാത്രം പോരാ, നീ തന്നെ യേശുവിനെ കുറിച്ച് പറയണം. അതിന് ഒത്തിരി വാക്യങ്ങളുണ്ട്. 1-2 വാക്യങ്ങൾ അങ്ങ് പറഞ്ഞുകൂടാ. റോമർ 1:14 അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ റോമർ 1:14 വായിച്ചേ. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ ആരാണ്? പൗലോസ് പറയാ, ഐ ആം എ ഡെപ്റ്റർ. ഞാൻ കടക്കാരനാണ്. പിന്നെ ആ ഭാഗം തന്നെ നമ്മൾ വായിച്ചാൽ 3 കാര്യം പൗലോസോടെ പറയുന്നുണ്ട്. നിങ്ങൾ കുറിച്ചിട്ട് പഠിച്ചോണം. ഐ ആം എ ഡെപ്റ്റർ, ഐ ആം റെഡി, ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. ഐ ആം എ ഡെപ്റ്റർ, ഞാൻ ഒരു കടക്കാരനാണ്. ഐ ആം റെഡി, ഞാൻ കടം വീട്ടാൻ ഒരുങ്ങിയിരിക്കുന്നു. എങ്ങനെ? പ്രസംഗത്തിലൂടെ. മൂന്നാമത് പറയുന്നത്, ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ആമേൻ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത്, നിങ്ങൾ ബന്ധപ്പെടുന്ന, പരിചയപ്പെടുന്ന, സംസാരിക്കുന്ന ആളുകളോട് യേശുവിനെ കുറിച്ച് പറയാൻ നിങ്ങൾ ലജ്ജിക്കരുത്. ഇത്രത്തോളം നമ്മെ കൊണ്ടുവരുവാൻ ഞാനിവിടെ വന്നപ്പോഴേ വായിച്ച വാക്യം ഇതാ. കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനാർ, എന്റെ ഗ്രഹവും എന്തുള്ളൂ. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിക്കണം. എന്തുകൊണ്ട്? യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. 2, അതെ, ഞാൻ പ്രസംഗിക്കണം. എന്തുകൊണ്ട്? പ്രസംഗിയില്ലാതെ എങ്ങനെ കേൾക്കും? 3, വൈ ഐ പ്രീച്ച്? എന്തുകൊണ്ട് ഞാൻ പ്രസംഗിക്കണം? ഞാൻ ഒരു കടക്കാരനാണ്. പൗലോസ് പറയുന്നു, കാര്യമെങ്കിൽ കരമേൽപ്പിച്ചിരിക്കുന്നു. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ തന്നെ പ്രസംഗിച്ചേ പറ്റൂ. സ്തോത്രം. ഇനി 4-ാമത്തെ അധ്യായം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. 4-ാമത്തെ അധ്യായത്തിലെ വിഷയം എന്താണ്? യോന യഹോവയ്ക്ക് ദൈവത്തിന്റെ മുമ്പ് കയറി, അഥവാ കംപ്ലൈനിങ്. യോന നിനവയിൽ വന്നു, പ്രസംഗിച്ചു. നിനവേക്കാര് മാനസാന്തരപ്പെട്ടു, അനുദപിച്ചു. മൃഗങ്ങൾ പോലും എന്നാണ് നമ്മൾ വായിക്കുന്നത്. അനുദപിച്ചവർ മാനസാന്തരപ്പെട്ടപ്പോൾ യോന മാറിയിരുന്ന് അങ്ങോട്ട് പറയുക, എനിക്ക് അന്നേരെ അറിയായിരുന്നു വെറുതെ പോവുകയാണെന്ന്. ഞാൻ പറയുന്നൊന്നും നടക്കത്തില്ല. കാര്യം യോന എന്ത് പറയാനാ പോയത്? ന്യായവിധി, ശിക്ഷാവിധി പറയാനാ പോയത്. നടക്കത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. ഇപ്പത്തെ എങ്ങനെയുണ്ടോ കണ്ടോ, അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. താൻ അങ്ങോട്ട് കംപ്ലൈൻസ് പറയാണ് ദൈവത്തോട്. നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ പരാതി പറയുന്ന നേരത്തും ദൈവം ഒരു ആവണക്കനെ ഉയർത്തിയിട്ട് യോനയ്ക്ക് അങ്ങ് തണല് കൊടുത്തു. മനസ്സിലായോ? നമ്മൾ എന്തോരം പരാതിയും പിറുപിറുപ്പും പറഞ്ഞ നേരത്തും ദൈവം നമ്മളെ ശിക്ഷിച്ചില്ലല്ലോ, ദൈവം നമ്മളെ കൈവിട്ടില്ലല്ലോ, ദൈവം നമുക്ക് അടി തന്നില്ലല്ലോ. അപ്പോഴും നമുക്ക് തണുപ്പ് തന്ന ദൈവത്തിന് സന്തോഷത്തോടെ ഒരു സ്തോത്രം പറയാം. അപ്പോൾ യോനയുടെ പുസ്തകത്തിലെ 4 അധ്യായങ്ങൾ നിങ്ങൾ തനിയെ തുടർന്ന് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്താൽ പരിശുദ്ധാത്മാവ് ഏറെ നിങ്ങളെ പഠിപ്പിക്കും. 1-ാം അധ്യായം ദൈവത്തെ വിട്ടോടി, അതിന്റെ അനന്തര ഫലങ്ങൾ നമ്മൾ കണ്ടു. 2-ാം അധ്യായം ദൈവത്തെങ്കിലേക്ക് ഓടി വരുന്നു.
തന്റെ അനുതാപവും പ്രാർത്ഥനയുമാണ്. 3-ാം അധ്യായം ദൈവത്തിന്റെ കൂടെ നടക്കുന്നു. തന്റെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം വിശ്വസ്തയോടെ നിർവഹിച്ചു. 4-ാം അധ്യായം ദൈവത്തിന് മുമ്പ് കയറി ഓടുക എന്ന് പറഞ്ഞാൽ തൻ പരാതിക്കാരനായി തീർന്നു. അവിടെയും ദൈവം കൈവിടാതെ യോനയെ പാഠം പഠിപ്പിച്ചു. ഇന്ന് രാത്രി ഒന്നും കൂടെ വിശ്വസ്തരാകുവാൻ, ഒന്നും കൂടെ നിഷ്കളങ്കരാകുവാൻ, ഒന്നും കൂടെ കർത്താവിനോട് ചേർന്നിരിപ്പാൻ, ഒന്നും കൂടെ ഉത്തരവാദിത്തങ്ങൾ നിവർത്തിപ്പാൻ, ഒന്നും കൂടെ നേർന്നിരിക്കുന്നത് നിവർത്തിപ്പാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. ഞാൻ യേശുവിനെ പ്രസംഗിക്കണം, ഞാൻ തന്നെ പ്രസംഗിക്കണം, ഞാൻ പ്രസംഗിച്ചേ തീരൂ. മറക്കാതിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനോഹരമായ ഒരു നല്ല രാത്രി കർത്താവ്